ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി മദ്യനയ കേസിൽ കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം നൽകരുതെന്ന ഇഡിയുടെ ആവശ്യം കോടതി തള്ളി. അറസ്റ്റിലായി നാളെ 3 മാസം തികയാനിരിക്കെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, AAPയെ സംബന്ധിച്ച് ആശ്വാസകരമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഉപാധികൾ, വിവരങ്ങൾ? ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മദ്യനയ കേസിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഡൽഹി റോസ് അവന്യൂ സ്പെഷ്യൽ കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അവധിക്കാല ബെഞ്ച് 1 ലക്ഷം രൂപ ബോണ്ടിലാണ് ഈ ജാമ്യം ഇഡിയുടെ അപേക്ഷ തള്ളിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള ഇഡിയുടെ അപേക്ഷ തള്ളിക്കൊണ്ട് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നാളെ ഉത്തരവ് ഇറങ്ങും എന്നുള്ള സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വാക്കാൽ പരാമർശം ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വെക്കേഷൻ കോടതി ജഡ്ജിയാണ് ഈ സൊഹൈൽ ഹുസൈനാണ് ഈ കേസ് പരിഗണിച്ചത്. ഇഡിയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കേസിനെ ബാധിക്കും എന്നുള്ള അടക്കമുള്ള ഇഡിയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3 മാസം മുമ്പാണ് അദ്ദേഹം മദ്യനയ കേസിൽ അറസ്റ്റിലായി ജയിലിലായത്. അതിനുശേഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് അസാധാരണമായ ഒരു വിധിയിലൂടെയാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചത്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ജാമ്യമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിങ്ങിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും മടങ്ങി ജയിലിലേക്ക് തന്നെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വന്നു. വീണ്ടും അദ്ദേഹം കോടതിയെ സമീപിച്ചു. ആ ജാമ്യം നേരത്തെ നൽകിയിരുന്ന അപേക്ഷയിലാണ് ഇപ്പോൾ വീണ്ടും വാദം കേട്ടത്. ആ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ കോടതി, റോസ് അവന്യൂ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഡൽഹിക്കാരെ സംബന്ധിച്ചും ആം ആദ്മിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെയൊക്കെ മുന്നണി പോരാളിയായി നിന്ന, അല്ലെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി ജയിലിനകത്ത് നിന്നടക്കം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ലഭ്യമായ വാക്കാലുള്ള സൂചനകൾ അനുസരിച്ച് 1 ലക്ഷം രൂപ ബോണ്ടിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാധാരണയുള്ള മറ്റ് ജാമ്യവ്യവസ്ഥകളെല്ലാം തന്നെ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കരുത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ജാമ്യവ്യവസ്ഥകൾ ഇതിലുണ്ടോ എന്നത് ഉത്തരവ് വരുമ്പോൾ മാത്രമേ ലഭ്യമാവൂ. ഉത്തരവ് ചിലപ്പോൾ ഇന്ന് ഇറങ്ങിയില്ല, നാളെ ഇറങ്ങൂ എന്നതും സൂചനകളുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കോടതി പക്ഷേ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അത് ആം ആദ്മിയെ സംബന്ധിച്ചും ഡൽഹിക്കാരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുമെല്ലാം വലിയ ആവേശം ഉയർത്തുന്ന വാർത്ത തന്നെയാണ്. തീർച്ചയായും ഇഡിയുടെ ആവശ്യങ്ങൾ നിരസിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ 48 മണിക്കൂർ സമയം ഇഡി തേടിയിട്ടുണ്ട് അപ്പീൽ നൽകാൻ എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും AAPയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആശ്വാസകരമായ നടപടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കിരൺ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു കോടതി. അത് അരവിന്ദ് കെജ്രിവാളിന്റെ വിജയമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ വീണ്ടും ഇഡിയുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യം നൽകുമ്പോൾ ഈ കേന്ദ്രവുമായുള്ള നിയമ പോരാട്ടത്തിൽ അത് കെജ്രിവാളിന്റെ വിജയമായി നമ്മൾക്ക് കാണാനാകുമോ? സ്വാഭാവികമായും അങ്ങനെ കെജ്രിവാളിന്റെ വിജയമായി തന്നെ കാണാം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ജയിലിലേക്ക് പോയിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ ജയിലിലിരുന്ന മുഖ്യമന്ത്രിയുടെ പദവി വഹിക്കുക എന്നുള്ളത്. അത്തരം അസാധാരണമായ ഒരു വിഷയത്തിനു കൂടിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ കടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശകനായ ഡൽഹി മുഖ്യമന്ത്രിക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നത്. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് കേസിലാണ്, ഇഡിയുടെ ആ കേസിലാണ് അദ്ദേഹത്തിന് അന്ന് ജയിലിൽ പോകേണ്ടി വന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പലതവണ കോടതിയെ സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം തുടരുക. ഇപ്പോൾ ആം ആദ്മി പ്രതിനിധി വിനോദ് മാത്യു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഡൽഹി റോസ് അവന്യൂ കോടതി. ഇത് നിയമ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച മുൻതൂക്കമായി കാണുന്നുണ്ടോ? അല്ല, മുൻതൂക്കമല്ല. ആദ്യമേ തന്നെ ഞാൻ തിരുത്തിക്കോട്ടെ, ഞാൻ ആം ആദ്മിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. വലിയ സന്തോഷം. ഈ വാർത്ത ആദ്യം ന്യൂസ് 18 പങ്കുവെക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. ഇതിൽ മുൻതൂക്കമല്ലല്ലോ. നമ്മൾ ആദ്യകാല സമയം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഇന്ത്യൻ ജുഡീഷ്യറിയെ വിശ്വാസ്യതയുണ്ടായിരുന്നു, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ഇതിന്റെ പിറകിൽ ഇന്ത്യ സഖ്യം നടത്തിയതും. ആ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്ന് ഇന്ററിം ബെയിലിന്റെ ഭാഗമായി അദ്ദേഹം പോരാട്ടം നടത്തി. നമുക്കറിയാം രാഷ്ട്രീയപരമായി ഇന്ന് ഈ ഭരണഘടനയെ തകർക്കാൻ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയപരമായി വേട്ടയാടുന്നതിനെതിരെ ജനങ്ങൾ വലിയ ഗംഭീരമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ വോട്ട് ചെയ്തു. നമ്മൾ അതിനെയൊക്കെ സ്വീകരിച്ച മനുഷ്യരാണ്. സ്വാഭാവികമായും അദ്ദേഹം ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമല്ല. ഈ മദ്യനയ അഴിമതി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഏറ്റവും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ, അതിമനോഹരമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ തുടച്ചു നീക്കാൻ ആവിഷ്കരിച്ച കുൽസിതമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള അഴിമതി ആരോപണം മാത്രമായിരുന്നു. കിങ് പിൻ എന്നാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇഡി വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തെ ഇന്ററിം ബെയിൽ കൊടുത്തപ്പോൾ തന്നെ ആ കേസ് തീർന്നതാണ്. സ്വാഭാവികമായും സുപ്രീം കോടതി പരാമർശത്തിന്റെ ഭാഗം അദ്ദേഹം അകത്തുപോയി. ഇന്ന് ഈ പറയുന്ന ഒരു ഭരണഘടന വിശ്വാസം അർപ്പിച്ച് ഈ ജുഡീഷ്യൽ വിശ്വാസം അർപ്പിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സുവർണ മനോഹരമായ നിമിഷമാണ്. ആ നിമിഷത്തെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. വിനോദ് മാത്യു, ഇത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വിഷയമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 48 മണിക്കൂർ ആവശ്യപ്പെട്ടു ഈ ബെയിൽ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതിന്, ബെയിൽ ബോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന്. കാരണം മേൽക്കോടതിയെ സമീപിക്കണം എന്ന ഒരു കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ പോലും ഈ ജാമ്യം റദ്ദാക്കുന്നില്ല എന്നത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മാക്സിമം കെജ്രിവാളിനെ ജയിലിൽ തന്നെ തുടരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇഡി നടത്തിയതിനു ശേഷവും അനുവദിക്കപ്പെടുന്ന ബെയിൽ എന്നാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? അതെ, NDA സഖ്യത്തിന്റെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഇഡി എന്ന് പറയുന്ന സംവിധാനം NDA സഖ്യം ഇപ്പോ നിതീഷ് കുമാറിന്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെയും ദയാദാക്ഷിണ്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന സംവിധാനമായി മാറിയപ്പോ സ്വാഭാവികമായും അവരുടെ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചു വന്നിരുന്ന, നമ്മൾ രസകരമായ സർക്കാസ്റ്റിക് മൂഡിൽ പറഞ്ഞ അങ്ങനെയാണ്, പ്രവർത്തിച്ചു വന്നിരുന്ന ഇഡിക്ക് കോൺഫിഡൻസ് പോകുന്നു. ഇതുപോലെ തന്നെ ഇത് രാഷ്ട്രീയപരമായ വേട്ടയാടലായിരുന്നു എന്നാണല്ലോ പാർട്ടി മുമ്പോട്ട് വെച്ച കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കേസായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നമുക്കറിയാം ബെയിൽ സമയത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പ്രത്യേകത, ബെയിൽ സമയത്ത് കേസിന്റെ മെറിറ്റിലേക്ക് പോകാറില്ല. അത് ഏത് കേസാണെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് പ്രൈമാ ഫസി കേസ് ഉണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാതിരിക്കാം എന്നതാണ് ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പ്രത്യേകത. മെറിറ്റിൽ കേസുകൾ വിചാരണ ചെയ്യുന്നത് പിന്നീടാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്, ഈ കേസിൽ ഇന്ററിം ബെയിൽ എങ്ങനെയാണ് കൊടുക്കപ്പെട്ടത്? ഈ കേസിൽ ഇന്ററിം ബെയിൽ കൊടുക്കപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കോടതിയിൽ കൊടുത്തിരുന്നില്ല. ആ സവിശേഷമായ സാഹചര്യമായിരുന്നു. സ്വമേധയാ സുപ്രീം കോടതി, പരമോന്നത കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത് ഒരു ബെയിൽ ആപ്ലിക്കേഷന്റെ പരിഗണനയിലായിരുന്നില്ല. അപ്പൊ ആ രീതിയിൽ പോലും ഈ കേസ് നിൽക്കില്ല എന്ന് പരോക്ഷമായി ഇന്ത്യയുടെ പരമോന്നത കോടതി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, ഈ പറയുന്ന സാഹചര്യത്തിൽ വിചാരണ ഘട്ടം നമുക്കറിയാം, 90% കേസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എടുത്ത കേസുകളിൽ വിചാരണ ഘട്ടങ്ങളിൽ ഒരാളെ പോലും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ കേസിന്റെ ഭാവി, ഇതിന്റെ മെറിറ്റ്, ഫെയ്റ്റ് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല ഒരു കാര്യം പറയാം, സിസോദിയയ്ക്ക് ജാമ്യം കൊടുക്കുന്ന വേളയിൽ നമുക്കറിയാം സഞ്ജീവ് ഖന്നെ അടക്കമുള്ളവർ പറഞ്ഞത് വിചാരണ ഘട്ടത്തിൽ ആടി ഉലഞ്ഞു പോകുന്ന കേസാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും തുടക്കം മുതൽ ഈ കേസ് ഫോൾസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ ശുഭപ്രതീക്ഷ. ഒറ്റ കാര്യത്തോടെ ഞാൻ വലിയ സന്തോഷത്തോട് പറഞ്ഞോട്ടെ, ഡൽഹിയിൽ ഇപ്പോ നമുക്കറിയാം വെള്ളത്തിന്റെ അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ, അവിടെ 7 MP സത്യത്തിൽ പ്രവർത്തിക്കുന്ന പോലുമില്ല. അപ്പൊ ജനങ്ങളെ എല്ലാ തരത്തിലും അവഹേളിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ തിരിച്ചടി കൊടുക്കും. ആ തിരിച്ചടി ജനങ്ങൾ കൊടുത്തു, ഇത് ജുഡീഷ്യറി കൊടുത്തിരിക്കുന്നു. ഓരോ ദിവസവും അതെ, ജയിലിലായി 3 മാസം നാളെ തികയാനിരിക്കുമ്പോഴാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഡൽഹി റോസ് അവന്യൂ കോടതി കെജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്കൾ ദയവായി തുടരുക ശ്രീ വിനോദ്. ഇപ്പോൾ ശ്രീ സിബി സത്യൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സിബി സത്യൻ, ഡൽഹി മദ്യനയ കേസിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. നേരത്തെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ ലഭിച്ചിരുന്നു. ഇപ്പോൾ ജാമ്യവും ലഭിച്ചിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അത് കെജ്രിവാളിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിൽ ആം ആദ്മിക്ക് ജാമ്യം എത്രമാത്രം നിർണായകമാകും? ആവർത്തിക്കാമോ? ഇതിപ്പോൾ ഇടക്കാല ജാമ്യം, അതിന് പിന്നാലെ ജാമ്യവും കിട്ടിയിരിക്കുന്നു കെജ്രിവാളിന്. ഇഡി എല്ലാവിധത്തിലും ഉള്ള എതിർപ്പ് കോടതിയിൽ പറഞ്ഞിട്ടും അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത് ആം ആദ്മി പാർട്ടിയുടെ വിജയമാണോ, കെജ്രിവാളിന്റെ വിജയമാണോ?
ഇത് ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ വിജയമാണ് എന്ന് വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൃഗീയ ഭൂരിപക്ഷത്തിൽ ജുഡീഷ്യറിയെയും ED-യെയും അടക്കം അല്ലെങ്കിൽ CBI തുടങ്ങിയ എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടിയ BJP ഇപ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിൽ താഴെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാക്കി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ ഓരോന്നും ആ നേരത്തെ ഉണ്ടായിരുന്ന ആ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ ആ കടുംപിടുത്തത്തിൽ നിന്ന് വിട്ടുമാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം നേരത്തെ മുൻകാലങ്ങളിൽ ഒരു ഡൽഹി കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു എന്നുകൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം മുൻകാലങ്ങളിൽ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മൃഗീയമായ ഒരു ജനാധിപത്യ അത്ര മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരു ഏകാധിപത്യ സ്വഭാവം എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന, ജനാധിപത്യത്തിന്റെ എല്ലാ കരങ്ങളെയും നിയന്ത്രിക്കുന്ന, അതിന്റെ ഒന്നാം തൂണിനെയും രണ്ടാം തൂണിനെയും മൂന്നാം തൂണിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന, ഇവൻ നാലാം തൂണിനെ വരെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു മൃഗീയ ഏകാധിപത്യ സ്വഭാവം ആയിരുന്നു അതിനു മുമ്പുള്ള സർക്കാർ കാണിച്ചിരുന്നത്. അവിടെ നിന്നും ഈ ഇലക്ഷൻ ഫലം ഈ പറഞ്ഞതുപോലെ BJPക്ക് കേവല ഭൂരിപക്ഷം നൽകിയില്ല, 240 സീറ്റുകൾ ഒതുങ്ങേണ്ടി വന്നു, ഒരു കൂട്ടുകക്ഷി മുന്നണിയായിട്ട് ഇന്ത്യ ഭരിക്കുന്നു. അതിനെ തുടർന്ന് ഇത് ആദ്യത്തെ നല്ല വാർത്ത പുറത്തു വരുന്നു, കേജ്രിവാളിന് ജാമ്യം കൊടുക്കാൻ ഒരു ഡൽഹി കോടതി തയ്യാറാവുന്നു. ഇത് സംശയമൊന്നും വേണ്ട, ജനാധിപത്യത്തിന്റെ വിജയമാണ് ആത്യന്തികമായിട്ട്. ആം ആദ്മിയുടെയും കേജ്രിവാളിന്റെയും വിജയമാണ്. ഇവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ട് ഈ പറഞ്ഞ ചാർജ് ഷീറ്റുകളിൽ വളരെ കൃത്യമായി ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള വ്യവസ്ഥകളോ അല്ലെങ്കിൽ കാരണങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും കോടതി കൊടുക്കില്ലായിരുന്നു. ഇപ്പൊ അത് കൊടുത്തത് തന്നെ ദുർബലമായ ചാർജ് ഷീറ്റ് ആകാം, അല്ലെങ്കിൽ അതിനൊരു തക്ക തെളിവുകൾ ഹാജരാക്കാൻ ED-ക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളതിന്റെ സൂചനകൾ തന്നെയാണ്. അപ്പൊ സിസോദിയുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറി ഒരു ഭയത്തിൽ നിന്ന് മുക്തമായി വരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ജനാധിപത്യത്തിന്റെ വിജയം എന്നതാണ് ശ്രീ CB സത്യൻ പറയുന്നത്. എന്തായാലും ഗോപാൽ റായ് ആം ആദ്മിയുടെ ഡൽഹി മന്ത്രി കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഡൽഹിയിലെ ജനങ്ങളുടെ വിജയമാണ് ഈ ജാമ്യം എന്ന നിലയിലാണ് ദേശീയ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ച കേജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. കിരൺ ബാബു നമുക്കൊപ്പം തുടരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ഇടക്കാല ജാമ്യം ലഭിച്ചപ്പോൾ ആം ആദ്മി അത് വലിയ ആഘോഷമാക്കി തന്നെ മാറ്റിയിരുന്നു. വലിയ സ്വീകരണം അദ്ദേഹത്തിന് ഡൽഹിയിലും മറ്റ് പലയിടങ്ങളിലും ഒരുക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്ര ദർശനം ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ ആ ജാമ്യം ലഭിച്ച ദിവസങ്ങളിൽ കണ്ടതാണ്. സമാനമായ നിലയിൽ ഇതും ഒരു വിജയമായി കണ്ട് ആ രീതിയിലുള്ള വലിയൊരു സ്വീകരണം അതൊരുക്കാനാണോ AAP തയ്യാറെടുക്കുന്നത്? രേണുക, അങ്ങനെ തന്നെയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ വിജയം തന്നെയാണ്. നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചതുപോലെ തന്നെ എന്തായാലും ദേശീയ തലത്തിലും അത്തരത്തിലേക്കുള്ള ഒരു വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എന്നെല്ലാം പറയാൻ കഴിയുന്ന നേതാവാണ് ജയിലിലായിരുന്നത്. ഈ വർഷം മാർച്ച് 21-നാണ് അദ്ദേഹത്തെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED-യുടെ കേസിൽ അദ്ദേഹം ജയിലിലായത്. അതിനുശേഷം 50 ദിവസങ്ങൾ അദ്ദേഹം ജയിൽ കഴിഞ്ഞു. അദ്ദേഹം ജയിലിൽ കഴിഞ്ഞ ശേഷം മെയ് 10-നാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ജാമ്യം അനുവദിച്ചത്. അത് ജൂൺ 1-ാം തീയതി വരെയായിരുന്നു ആ ജാമ്യം ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടന്നത്. അവസാനഘട്ട വോട്ടെടുപ്പ് നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ജൂൺ 2-ാം തീയതി അദ്ദേഹം ജയിലിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി ഇപ്പോൾ സ്പെഷ്യൽ കോടതിയിൽ, റോസ് അവന്യൂ സ്പെഷ്യൽ കോടതിയിൽ പരിഗണനയ്ക്ക് വന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ ജാമ്യം അനുവദിച്ചത് അങ്ങനെ ജാമ്യ ഹർജി നൽകി ആ ജാമ്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല അങ്ങനെ ജാമ്യം അനുവദിച്ചത്. അത് അസാധാരണമായ ഒരു തീരുമാനം കൂടിയായിരുന്നു. സാധാരണഗതിയിൽ ഉണ്ടാവാത്ത ഒരു തീരുമാനം കൂടിയായിരുന്നു സുപ്രീം കോടതി. അത് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ അന്ന് തന്നെ ഏകദേശം ഈ കേസിന്റെ ഒരു ഭാവിയെ സംബന്ധിച്ച ഒരു സൂചന കൂടി വ്യക്തമാക്കുന്നതായിരുന്നു. സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഈ സമയത്ത് ജയിലിലിട്ടതിന്റെ അന്യായത്തെ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനുമതി നൽകുകയും ചെയ്തത്. പക്ഷേ ആ സമയം കഴിഞ്ഞപ്പോഴേക്കും ഗുജറാത്തിന്റെ അടക്കമുള്ള പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചരണത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യം
ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ ബോണ്ടിനാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നാളെ തന്നെ അദ്ദേഹം പുറത്തിറങ്ങും എന്നുള്ള സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഉത്തരവ് ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയും. സ്വാഭാവികമായും വലിയ സ്വീകരണം നൽകിയാവും ഡൽഹിയിലെ ആം ആദ്മി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുക. ഒരു മുഖ്യമന്ത്രിയാണ് ജയിലിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് വരുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും നമുക്കറിയാം അദ്ദേഹം ഇടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങി വന്നപ്പോഴാണ് മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാൾ ഗ്യാരണ്ടി വെച്ചുകൊണ്ട് മോദി ഗ്യാരണ്ടിയെ ഒന്നൊന്നായി വെല്ലുവിളിച്ചത്. പ്രതിപക്ഷ ഐക്യത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകാൻ കെജ്രിവാളിന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞിരുന്നു. ആ തരത്തിലേക്കൊക്കെ വലിയ പ്രചരണം നടത്തുകയും ശക്തിയോടെയും കൂടി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജാമ്യം ലഭിച്ച് കെജ്രിവാൾ പുറത്തേക്ക് വരികയാണ്. നാളെ അദ്ദേഹം ജയിൽ മോചിതനാകും. ആർ കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.